So hello everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ പറയുന്നതിന് മുമ്പ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ആർ ടു ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആക്ടിങ് ബിറ്റ്വീൻ മോളിക്യൂൾസ്. ഇപ്പൊ രണ്ട് മോളിക്യൂളുകൾക്കിടയിൽ ആക്ട് ചെയ്യുന്ന രണ്ട് തരം ഫോഴ്സുകളുണ്ട്. ഫസ്റ്റ് വൺ ഇസ് കൊഹസീവ് ഫോഴ്സ്. വാട്ട് ഇസ് കൊഹസീവ് ഫോഴ്സ്? ഇറ്റ് ഇസ് ദ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾസ്. And the second one is adhesive force, which is the force acting between different type of molecules. Okay. Now, എന്താണ് adhesive force? എന്താണ് cohesive force? ഇപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടെന്ന് ഓർക്കുക. There will be lot of water molecules. ഈ രണ്ട് മോളിക്യൂൾ തമ്മിൽ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അതിനാണ് നമ്മൾ കൊഹസീവ് ഫോഴ്സ് അല്ലെങ്കിൽ കൊഹഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾ ആണ് അവർ തമ്മിലുണ്ടാകുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആ വെള്ളം എടുത്തിട്ട് നേരെ മേശയുടെ മേലേക്ക് അങ്ങ് ഒഴിക്കുകയാണ്. അങ്ങനെ ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദർ വിൽ ബി ലോട്ട് ഓഫ് മോളിക്യൂൾസ് ഇൻ വാട്ടർ ആൻഡ് ഓൾസോ ദർ വിൽ ബി മോളിക്യൂൾസ് ഓഫ് സോളിഡ് സർഫസ്. ആ മേശ ഒരു സോളിഡ് സർഫസ് ആണ്, അതിൻ്റെ അകത്ത് മോളിക്യൂൾസ് ഉണ്ടാവും. ഈ വാട്ടർ മോളിക്യൂൾസ് സോളിഡ് സർഫസിന്റെ മോളിക്യൂൾസും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡഹസീവ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദർ ആർ ടു കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ ഇസ് വെൻ കൊഹസീവ് ഫോഴ്സസ് ആർ ഗ്രേറ്റർ ദാൻ അഡഹസീവ് ഫോഴ്സസ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, സോ വിൽ സി വി ഹാവ് എ പ്ലേറ്റ് ലൈക്ക് ദിസ്. നമുക്കൊരു സോളിഡ് പ്ലേറ്റ് ഉണ്ട്, അതിന്റെ മേളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഡ്രോപ്പ് ഇങ്ങനെ കിട്ടും. ഓക്കെ, സം സോർട്ട് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ്. നൗ ഇറ്റ്സ് ബീൻ ടോൾഡ് ദാറ്റ് കൊഹസീവ് ഫോഴ്സസ് ആണ് കൂടുതൽ. കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള മോളിക്യൂൾസ് എല്ലാം അതിന്റെ തൊട്ട് ഇപ്പുറമുള്ള മോളിക്യൂൾസിലേക്കായിരിക്കും അട്രാക്റ്റഡ് ആകുന്നത്. ഇതെല്ലാം സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ മോളിക്യൂളിലെ ഈ ഡ്രോപ്ലെറ്റിലെ മോളിക്യൂൾസ് ആർ ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടു ദ മോളിക്യൂൾസ് ഇൻ ദ സെയിം ഡ്രോപ്ലെറ്റ്. ആ സ്വന്തം വീട്ടിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. Now what happens if the molecules are getting attracted in this manner? ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന പോലെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? Now you will be getting a droplet like this. ഒരു ഡ്രോപ്ലെറ്റ് ഷേപ്പ് വരും. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ കോണ്ടാക്ട് സർഫസ് എന്ന് പറഞ്ഞാൽ ആകെ ഇത്രയേ ഉള്ളൂ. സോ ഇറ്റ് മീൻസ് ദാറ്റ് ഈ ഡ്രോപ്ലെറ്റ് ആ സർഫസിനെ വെറ്റ് ചെയ്യുന്നില്ല. സോ യു ക്യാൻ ടെൽ ദാറ്റ് ഇറ്റ് ഈസ് നോൺ വെറ്റഡ് സർഫസ്. അതിനെ നനയ്ക്കുന്നേ ഇല്ല. കോണ്ടാക്ട് സർഫസ് തീരെ കുറവാണ്, ഇത്ര ഉണ്ടായതിൽ നിന്ന് തീരെ കുറഞ്ഞു പോയി. സോ ദിസ് ഈസ് എ നോൺ വെറ്റഡ് സർഫസ്. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ കുറച്ച് മെർക്കുറി എടുത്തിട്ട് ഒരു ഗ്ലാസിന്റെ മേലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദിസ് കൈൻഡ് ഓഫ് ഡോമിനൻസ് ഓഫ് കൊഹസീവ് ഫോഴ്സ്. കൊഹസീവ് ഫോഴ്സിന്റെ ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ അഡഹസീവ് ഫോഴ്സസ് ആർ ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ്? ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു സോളിഡ് സർഫസ് എടുക്കുന്നു. സോളിഡ് സർഫസിന്റെ മേളിൽ ഇതുപോലെ തന്നെ ഒരു ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ഇട്ടു. ഓക്കെ, ഈ കേസിൽ അഡഹസീവ് ഫോഴ്സസ് ആണ് കൂടുതൽ. എന്ന് പറഞ്ഞാൽ ലിക്വിഡിന്റെ ഈ മോളിക്യൂളും സോളിഡ് സർഫസിലെ മോളിക്യൂളും തമ്മിലായിരിക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അപ്പൊ ഇത് അടുത്ത വീട്ടിലാണ് പോകുന്നത്. ഈ സാധനം ഇങ്ങോട്ടേക്ക് പോകാനായിരിക്കും ടെൻഡൻസി. സിമിലർലി ദിസ് വിൽ ബി ഗോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഫൈനലി യു വിൽ ബി ഗെറ്റിംഗ് എ ഷേപ്പ് ലൈക്ക് ദിസ്. അല്ലെങ്കിൽ ആ ഡ്രോപ്ലെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയി പോയി. ഓക്കെ, ഇനി നമുക്ക് കോണ്ടാക്ട് സർഫസ് ഒന്ന് നോക്കിയേ. നേരത്തെ ഇത്ര ഉണ്ടായിരുന്നത് ഇത്രയും പോയിന്റിൽ കോണ്ടാക്ട് വരികയാണ്. അപ്പൊ ആക്ച്വലി വാട്ട് ദിസ് ഈസ് ഡൂയിങ്, ദിസ് ഈസ് ആക്ച്വലി ഈ സർഫസിനെ നനച്ചു കളയാണ്. സോ യു ക്യാൻ കോൾ ഇറ്റ് എസ് വെറ്റഡ് സർഫസ്. ഓക്കെ, സോ വെൻ അഡഹസീവ് ഫോഴ്സസ് ആർ ഗ്രേറ്റർ വെറ്റഡ് സർഫസ് ഉണ്ടാവും. വെൻ കൊഹസീവ് ഫോഴ്സസ് ആർ ഗ്രേറ്റർ നോൺ വെറ്റഡ് സർഫസസ് ഉണ്ടാവും. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒരു ഗ്ലാസ് പ്ലേറ്റിന്റെ മേളിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ വെള്ളം ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകും, പടർന്നു പിടിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ adhesive forces are greater than cohesive forces. ഇനി ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. So you can see let this be first figure and this be second figure. ഫസ്റ്റ് ഫിഗറിൽ നോക്കിയേ, രണ്ട് ഫിഗറിലും there is an external body. ഫസ്റ്റിൽ ഒരു ഇൻസെക്ട് ആണ്, സെക്കൻഡിൽ പേപ്പർ ക്ലിപ്പ് ആണ്. ഇപ്പൊ ഇൻസെക്ട് ആണെങ്കിലും പേപ്പർ ക്ലിപ്പ് ആണെങ്കിലും അതിൻ്റെ ഒരു സെൽഫ് വെയിറ്റ് ഉണ്ടാവും. ഇപ്പൊ ഡ്യൂ ടു ഗ്രാവിറ്റി ദ സെൽഫ് വെയിറ്റ് ഈസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ശരിയല്ലേ? ഈ സാധനത്തിന്റെ സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് രണ്ടിന്റെ താഴത്തോട്ടാണ് സെൽഫ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. നൗ ദിസ് ഹാസ് കം ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ. ഈ രണ്ട് എക്സ്റ്റേണൽ ബോഡി വെള്ളത്തിന്റെ ഏറ്റവും ടോപ്പ് സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടായെന്ന് നോക്കിയേ. യു ക്യാൻ ഒബ്സർവ് ദാറ്റ്
ഈ വെള്ളത്തിന്റെ ഏറ്റവും ടോപ്പ് സർഫസ് അങ്ങ് സ്ട്രെച്ച് ചെയ്ത് ഒരു മെംബ്രെയിൻ പോലെ, ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ശരിയല്ലേ? ഈ ഇഫ് യു ഒബ്സർവ് ദ ഫസ്റ്റ് ഫിഗർ, വാട്ടർ സർഫസിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ, ഏറ്റവും ടോപ്പ് ലെയർ, അതൊരു മെംബ്രെയിൻ പോലെ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുകയാണ് ഈ ബോഡിയുടെ വെയിറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും. അങ്ങനെ നമുക്ക് രണ്ട് കേസിലും കാണാൻ പറ്റും. ഇതെന്തുകൊണ്ടാണെന്ന് അറിയാനായിട്ട് വിൽ ഗോ വിത്ത് എ സ്മോൾ എക്സ്പെരിമെന്റ്. ഓക്കെ, സോ ദിസ് ഇസ് എ ടംബ്ലർ ഹാവിംഗ് ഫുൾ ഓഫ് വാട്ടർ. ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് എന്തോ ടൈപ്പ് ലിക്വിഡ് ആണെന്ന് ഓർത്തോ. നമ്മൾ രണ്ട് പോയിന്റ്സ് എടുക്കുകയാണ്. ദിസ് ഇസ് മോളിക്യൂൾ എ, ദിസ് ഇസ് മോളിക്യൂൾ ബി, അല്ലെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എ ആൻഡ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ബി. നമ്മൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എ എടുത്തിട്ട് നോക്കുകയാണ്. ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എ നമ്മൾ ഒന്നുകൂടി ഇവിടെ വരച്ചു. ആൻഡ് ദിസ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇസ് ഇൻസൈഡ് ദ ലിക്വിഡ് കേട്ടോ. ഇതിന്റെ ലെഫ്റ്റിൽ വേറൊരു മോളിക്യൂൾ ഉണ്ട്. ആ മോളിക്യൂളായിട്ട് ഇതിനൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. റൈറ്റിലും ഉണ്ട്, മേളിലുണ്ട്, താഴത്തോട്ടുണ്ട്. അങ്ങനെ എല്ലാ സൈഡും തലങ്ങും വിലങ്ങും എല്ലാം മോളിക്യൂൾസ് ഉണ്ട്. അതൊക്കെ ആയിട്ട് ഇതിനൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ എങ്ങനെയായിരിക്കും നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? എല്ലായിടത്തേക്കും ഒരുപോലെയാണ് നെറ്റ് ഫോഴ്സ് പോകുന്നത്, അല്ല എല്ലായിടത്തേക്കും ഒരുപോലെയാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പോകുന്നത്. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദാറ്റ് പർട്ടിക്കുലർ മോളിക്യൂൾ എ ഇസ് ഇൻ ഇക്വിലിബ്രിയം. അതവിടെ നിൽക്കട്ടെ. യു കം ടു മോളിക്യൂൾ ബി. മോളിക്യൂൾ ബിയുടെ സ്പെഷ്യാലിറ്റി എന്താ? ഇറ്റ് ഇസ് അറ്റ് ദ ലിക്വിഡ് സർഫസ്. ലിക്വിഡ് സർഫസിലാണ്, ഇവിടം വരെയാണ് ലിക്വിഡ് ഉള്ളൂ. ഇതിന്റെ മേളിലോട്ട് ലിക്വിഡ് സർഫസ് ഇല്ല, അല്ലെ ഇതിന്റെ മേളിലോട്ട് വാട്ടർ മോളിക്യൂൾസേ ഇല്ല, ലിക്വിഡ് മോളിക്യൂൾസേ ഇല്ല. അപ്പൊ താഴത്തോട്ട് ഒരു മോളിക്യൂൾ ഉണ്ടായിരുന്നു, ഈ സൈഡിലോട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു, ഈ സൈഡിലോട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇങ്ങോട്ടേക്ക് ഒരെണ്ണമുണ്ട്, ഇങ്ങോട്ടേക്ക് ഒരെണ്ണമുണ്ട്. ഇതിന്റെ മേളിലോട്ട് മോളിക്യൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ നെറ്റ് ഫോഴ്സ് എങ്ങോട്ടാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ മേളിലോട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട്, മേളിലോട്ട് മോളിക്യൂൾസ് ഒന്നുമില്ല, സോ മേളിലോട്ട് intermolecular force of attraction illa. So the net force will be in the downward direction. Will be in downward direction. Okay. ഇനി ഈ ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരുന്ന എല്ലാ ഫ്ലോ ഇതിനെ കൂടി നമുക്കൊന്ന് ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് നോക്കാം. സോ അസ്യൂം ദാറ്റ് ദിസ് ഇസ് നമ്മൾ ഇതിനെ എല്ലാത്തിനും കൂടി ഒരുമിച്ച് അറേഞ്ച് ചെയ്യാൻ പോവാണ്. ഇതാണ് ലിക്വിഡിന്റെ ഏറ്റവും ടോപ്പ് സർഫസ്. ഇവിടെ ഒരു മോളിക്യൂളും ഉണ്ട്. ആ മോളിക്യൂളിന്റെ നെറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ താഴത്തോട്ടാണ്. ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്, നെറ്റ് വെയിറ്റ് താഴത്തോട്ടാണ്. ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്, നെറ്റ് വെയിറ്റ് താഴത്തോട്ടാണ്. അങ്ങനെ യു ഹാവ് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹൂസ് നെറ്റ് വെയിറ്റ് ഈസ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് ചുമ്മാ ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കാം. നമ്മളൊരു തുണിയൊക്കെ ഇടാൻ വേണ്ടി ഒരു അയ കെട്ടി, അതിന്റെ മേളിൽ കുറെ തുണി ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇത് സാഗ് ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ സ്ട്രക്ചറലി സ്പീക്കിംഗ് അതിനൊരു കേബിളിന്റെ ആക്ഷൻ ആണ്. അതിൻ്റെ അകത്ത് ടെൻഷൻ ഡെവലപ്പ് ആകുകയാണ്. അതിന്റെ താഴത്തേക്ക് ലോഡ് വരുമ്പോൾ ടെൻഷൻ ഡെവലപ്പ് ആകുകയാണ്. അതുപോലെ തന്നെയാണ് ഈ കേസിലും. ഈ ഡൗൺവേർഡ് ഫോഴ്സസ് എല്ലാം കാരണം ഈ ടോപ്പ് മെംബ്രെയിൻ വിൽ ബി സാഗിങ് ആൻഡ് വിൽ ബി ടേക്കിംഗ് എ ഷേപ്പ് ലൈക്ക് ദിസ്. അതെ, ഇങ്ങനെ ഒരു ഷേപ്പ് എടുത്തു. സോ ദിസ് ഇസ് ദ ലിക്വിഡ് സർഫസ്. This is the stretched elastic membrane. Stretched elastic membrane. Now we know that this membrane is under tension. എന്തുകൊണ്ടാണ് ടെൻഷനിലായത്? Due to the downward effect of cohesive forces. Due to the downward effect of cohesive forces. നമ്മൾ ആദ്യം പറഞ്ഞു cohesive ഫോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The force which is existing between two molecules of the same type. അപ്പൊ ഈ വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ ഈ ലിക്വിഡ് മോളിക്യൂൾ അതിന്റെ തൊട്ടടുത്തുള്ള ലിക്വിഡ് മോളിക്യൂളുമായിട്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ കൊഹഷൻ എന്ന് പറയുന്നത്. അപ്പൊ കൊഹഷൻ കാരണം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഏറ്റവും ടോപ്പ് ലെവലിലുള്ള എല്ലാ ലിക്വിഡ് മോളിക്യൂൾസും താഴത്തോട്ടാണ് നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. അങ്ങനെ എക്സേർട്ട് ചെയ്യുമ്പോഴത്തേനും ഈ മേളിലത്തെ ലിക്വിഡ് സർഫസ് ഉണ്ടല്ലോ, ഈ ടോപ്പ് ലെയർ, ആ ഒരു മെംബ്രെയിൻ താഴത്തോട്ട് ഒരു ഇലാസ്റ്റിക് സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആയിട്ട് മാറും, വിച്ച് ഈസ് അണ്ടർ ടെൻഷൻ. ഓക്കെ, ദിസ് ഈസ് ദ മെയിൻ റീസൺ ഫോർ സർഫസ് ടെൻഷൻ. ഇപ്പൊ എന്തുകൊണ്ടാണ് സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത്? സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കൊഹസീവ് ഫോഴ്സസ് എല്ലാം ലിക്വിഡിന്റെ ടോപ്പ് സർഫസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം ആക്ട് ചെയ്യുന്ന ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ വലിച്ചു പിടിക്കും. ആ ഏറ്റവും ടോപ്പ് മെംബ്രെയിനെ ഈ ഡൗൺവേർഡ് ഫോഴ്സസ് എല്ലാവരും കൂടി ചേർന്ന് വലിച്ചു പിടിക്കുകയാണ്. അങ്ങനെ വലിച്ചു പിടിക്കുമ്പോഴത്തേനും ഈ സാധനം ദിസ് വിൽ ബി അണ്ടർ ടെൻഷൻ. ഈ മെംബ്രെയിൻ വിൽ ബി അണ്ടർ
ടെൻഷൻ. അപ്പൊ എന്താ ഉണ്ടാകുന്നത്? ഇതിന്റെ മേളിലേക്ക് എന്തെങ്കിലും ഒരു ചെറിയ ലോഡൊക്കെ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ വലിച്ചു പിടിച്ചേക്കുന്ന അതിന്റെ ഒരു എഫക്റ്റിൽ ആ ലോഡിനെ എടുക്കാൻ പറ്റും. ഓക്കെ, നൗ ദിസ് ടെൻഷൻ അറ്റ് ദ സർഫസ് ഇസ് നോൺ ആസ് സർഫസ് ടെൻഷൻ. ഇനി അത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, when a body comes in contact with the liquid surface, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു പേപ്പർ ക്ലിപ്പോ അല്ലെങ്കിൽ ഒരു ഇൻസെക്റ്റോ വരുന്ന കേസ് പറഞ്ഞു. ഇപ്പൊ സപ്പോസ് ഒരു ബോഡി, ദിസ് ഇസ് എ ബോൾ, അതിന്റെ ഡൗൺവേർഡ് ഫോഴ്സ് due to gravity and the sulfate will be acting in the downward direction. So ball ഉണ്ട്, ബോളിന്റെ sulfate will be acting in the downward directionലോട്ട് വരുമ്പോഴത്തേക്കിനും ഈ ടോപ്പ് സർഫസിൽ എന്താ ഉള്ളത്? സർഫസ് ടെൻഷൻ ഉണ്ട്. അപ്പൊ വാട്ട് ആക്ച്വലി സർഫസ് ടെൻഷൻ ഇസ് ഡൂയിങ്? സർഫസ് ടെൻഷൻ കാരണം വാട്ടർ ആക്ച്വലി റെസിസ്റ്റ് ദ പുഷ്, അല്ലെ? ഈ ബോളിന്റെ സൾഫേറ്റ് കാരണം താഴത്തോട്ട് ഒരു പുഷ് ഉണ്ടാകുകയാണ്. ഈ പുഷിനെ സർഫസ് ടെൻഷൻ കാരണം വാട്ടർ റെസിസ്റ്റ് ചെയ്യുക. ബോൾ താഴത്തോട്ട് വരാതെ പിടിച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സർഫസ് ടെൻഷൻ ഫോഴ്സ് കാരണമാണ്. അതിനാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ യു ക്യാൻ ഡിഫൈൻ സർഫസ് ടെൻഷൻ ആസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് സർഫസ് ഫിലിം ടു എക്സേർട്ട് ടെൻഷൻ. അപ്പൊ അതൊരു സർഫസിൽ ഉണ്ടാകുന്ന ടെൻഷനാണ്. ടു മേക്ക് ഇറ്റ് വെരി സിമ്പിൾ. ആൻഡ് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കൊഹഷൻ. സോ ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് സർഫസിലാണ് ഉണ്ടാകുന്നത്. അത് സർഫസിലുണ്ടാകുന്ന ടെൻഷൻ കാരണം ഏതൊരു ബോഡിയെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏതൊരു ബോഡി എന്നല്ല, ഒരു ചെറിയ വെയിറ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദാറ്റ് ഹാപ്പൻസ് മെയിൻലി ഡ്യൂ ടു കൊഹഷൻ അല്ലെങ്കിൽ കൊഹസീവ് ഫോഴ്സ് ഇസ് ദ റീസൺ ബിഹൈൻഡ് സർഫസ് ടെൻഷൻ. ഓക്കെ, നമുക്ക് ഇതിന്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. സർഫസ് ടെൻഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ വെച്ചിട്ടാണ്. സോ സിഗ്മ ഇസ് ഈക്വൽ ടു ദിസ് ഇസ് സർഫസ് ടെൻഷൻ. ഓക്കെ, is equal to F divided by L. ഇനി F എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സ് SI യൂണിറ്റ് ഇസ് ന്യൂട്ടൺ. L എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ലീനിയർ ഡയമെൻഷൻ. സോ ദ യൂണിറ്റ് വിൽ ബി പെർ മീറ്റർ. ഇതാണ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ് യൂണിറ്റ്. ഇനി എന്താണ് എഫ്? എഫ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, ഈ മോളിക്യൂൾസ് എല്ലാം കൂടി താഴത്തോട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഈ ബോഡി അല്ലെങ്കിൽ ആ ടോപ്പ് മെംബ്രെയിൻ എന്ന് പറയുന്ന സാധനം വിൽ ബി അണ്ടർ ടെൻഷൻ. ശരിയല്ലേ? നമ്മൾ ആദ്യം ഏറ്റവും ടോപ്പിലെ ആ ഒരു മെംബ്രെയിൻ വിൽ ബി അണ്ടർ ടെൻഷൻ. ഈ ടെൻസൈൽ ഫോഴ്സ് ആണ് എഫ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ടെൻസൈൽ ഫോഴ്സ്. ടെൻസൈൽ ഫോഴ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എവറിത്തിങ് ഹാപ്പൻസ് ഡ്യൂ ടു കൊഹഷൻ. കൊഹഷൻ ആണ് ഇതിന്റെ എല്ലാത്തിനും പിന്നെ കളിക്കുന്നത്. വാട്ട് ഇസ് എൽ? എൽ എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്ന ഏത് പോയിന്റ് മുതൽ ഏത് പോയിന്റ് വരെയാണ് ആ ഒരു സ്പാൻ അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് along which surface tension is acting അല്ലെങ്കിൽ tensile forces are acting, അതാണ് L എന്ന് പറയുന്നത്. So it is the length along which force അല്ലെ surface tensile force is experienced. Okay, so these are the main points about surface tension. അപ്പൊ ഈ കേസിലാണെങ്കിൽ ഇത് ഇവിടെ മുതൽ ഇവിടം വരെ ആയിരിക്കും L എന്ന് പറയുന്നത്. Okay, now this will be the surface tensile force. സിഗ്മ എന്ന് പറയുന്നത് F by L. ഇങ്ങനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കുന്നത്. Now application. Okay, so നമുക്കൊരു വലിയ ലിക്വിഡ് ഡ്രോപ്പ് ഉണ്ടെന്ന് ഓർക്കുക. ഒരു വല്ലാത്ത ഷേപ്പിലിരിക്കുന്ന ലിക്വിഡ് ഡ്രോപ്പ്. ഈ ലിക്വിഡ് ഡ്രോപ്പ് കൊഹഷൻ ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ കൊഹസീവ് ഫോഴ്സ് കാരണം എന്താ സംഭവിക്കുന്നത്? ഈ പോയിന്റ് താഴത്ത് ഈ മോളിക്യൂൾസ് എല്ലാം താഴത്തോട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താഴത്തോട്ട് ത്രൂ ഔട്ട് ഈ കംപ്ലീറ്റ് പെരിമീറ്ററിലുള്ള എല്ലാ മോളിക്യൂൾസും അതിന്റെ ഇന്റീരിയറിലോട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അങ്ങനെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും നീങ്ങി എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് എ ഡ്രോപ്ലെറ്റ്. അങ്ങനെ ഒരു ഡ്രോപ്ലെറ്റിന്റെ ഷേപ്പ് ഉണ്ടാവും. അപ്പൊ ഈ ഫിഗറിൽ നോക്കിയേ, ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ്. ഒഴുകി വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡ്യൂ ടു സർഫസ് ടെൻഷൻ droplets will be coming closer. Molecules inside the droplet will be coming closer. ഈ molecules എല്ലാം കൂടി അടുത്തടുത്ത് വന്ന് it takes the form of a sphere. എന്തുകൊണ്ടാണ് സ്പിയർ ആകുന്നത്? So I'll write it here. Due to surface tension, liquid droplets take the form of a sphere. എന്തുകൊണ്ടാണ് സ്പിയർ ആവുന്നത്? കാരണം സ്പിയർ എന്ന് പറയുന്ന സാധനമാണ് ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് മിനിമം സർഫസ് ഏരിയ. സ്പിയർ ഇസ്
the shape with minimum surface area. ഇപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? സർഫസ് ടെൻഷൻ കാരണം ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിന്റെ പുറത്തുള്ള മോളിക്യൂൾസ് എല്ലാം ഉള്ളിലോട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കൂടെ അതും പോവാണ്. അങ്ങനെ തിങ്ങിക്കൂടി ഒരു സ്പിയറിന്റെ ഷേപ്പിലേക്ക് അവസാനമായിട്ട് മാറും. സോ അതാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചു തന്നിരിക്കുന്നത്. ദിസ് ഈസ് ദ ഫൈനൽ ഷേപ്പ് ഓഫ് എ സ്പിയർ. എന്തുകൊണ്ടാണ് സ്പിയറിന്റെ ഷേപ്പിലേക്ക് ആകുന്നത്? അതാണ് ദ ഷേപ്പ് വിത്ത് മിനിമം സർഫസ് ഏരിയ. ഓക്കെ, അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ, സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ്, യു മൈറ്റ് ഹാവ് സീൻ. ഇപ്പൊ ഒരു കാറൊക്കെ വാക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ആ സർഫസിനെ കംപ്ലീറ്റ് ആ വെള്ളം വെറ്റാക്കും. ഇത് വാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ യു ക്യാൻ സീ സംതിങ് ലൈക്ക് ദിസ്. ആ വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാലും ചേമ്പിലയിലെ വെള്ളം ഒഴിക്കുന്ന പോലെ ഇരിക്കും, അത് വെറ്റാവത്തില്ല. അത് എന്തുകൊണ്ടാണ്? വാക്സിൻ നടത്തി കഴിയുമ്പോഴത്തേക്കും ആ കോണ്ടാക്ട് സർഫസ് ഏരിയയിലെ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇപ്പൊ വാക്സ് ചെയ്ത മെറ്റീരിയൽ എൻ്റെ അകത്ത് കിടക്കുന്നത്, അപ്പൊ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി മൊത്തം മാറി. സോ നേച്ചർ ഓഫ് കാർ സർഫസ് ഇസ് ഓൾസോ ചേഞ്ച്. അങ്ങനെ കോഹസീവ് ഫോഴ്സും അദസീവ് ഫോഴ്സും തമ്മിലുള്ള ഇന്ററാക്ഷനും മാറും. ഓക്കെ, now this is very brief intro about surface tension. Now we'll go to some of the previous year question papers. Kerala PSL ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. Now first question, ഇത് 2 തവണ ചോദിച്ചിട്ടുണ്ട്, 2010-ലും 2015-ലും ചോദിച്ചിട്ടുണ്ട്. സർഫസ് ടെൻഷൻ ഇസ് ഡ്യൂ ടു. സർഫസ് ടെൻഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓൺലി ഡ്യൂ ടു കൊഹഷൻ. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന സർഫസ് ടെൻഷൻ, എങ്ങനെയാണ് സർഫസ് ടെൻഷൻ ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞത്? ഒരു ലിക്വിഡിന്റെ സർഫസിൽ ദർ വിൽ ബി ലോട്ട് ഓഫ് മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസ് എല്ലാത്തിനും കൊഹസീവ് ഫോഴ്സ് കാരണം മോളിക്യൂൾസ് എല്ലാം താഴത്തോട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഈ ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ലിക്വിഡിന്റെ ടോപ്പ് സർഫസ് വലിഞ്ഞ് മുറുകിയിരിക്കും. അതിന് നമ്മൾ സ്ട്രെച്ച്ഡ് മെമ്പറൈൻ എന്ന് പറയും. അതാണ് സർഫസ് ടെൻഷൻ. അപ്പൊ ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു കൊഹഷൻ അല്ലെ കൊഹസീവ് ഫോഴ്സ്. വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ? നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് ഇസ് ന്യൂട്ടൺ, ലെങ്ത് ലീനിയർ ഡയമെൻഷൻ ആണ് ഇസ് മീറ്റർ. സോ ദ unit of surface tension will be Newton per meter. Okay, this is the answer. Now next question, mercury does not wet the glass. So this is a question asked in 2016. 2016 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Mercury does not wet the glass. This is due to the property of a liquid known as. വെറ്റിങ്ങും നോൺ വെറ്റിങ്ങും എല്ലാം എന്തുകൊണ്ടുണ്ടാകുന്നതാണ്? സർഫസ് ടെൻഷൻ കാരണം ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, വെറ്റഡ് സർഫസും നോൺ വെറ്റഡ് സർഫസും ഒക്കെ. സോ മെർക്കുറി വെറ്റ ആകാത്തതിന്റെ കാരണം ഇറ്റ് ഇസ് മെയിൻലി ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സർഫസ് ടെൻഷൻ. താങ്ക് യു.